ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്നെന്നെ ശ്രവിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മെ ചേർത്തുകൊള്ളുവാനായി വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. നമ്മൾക്ക് ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ഒരു വേദഭാഗം വായിക്കാം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 19 അധ്യായത്തിൻ്റെ 11 മുതലുള്ള വാക്യങ്ങൾ നമുക്കത് വായിക്കാം. അവർ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവൻ യെരൂശലേമിനെ സമീപിച്ചിരിക്കാലും ദൈവരാജ്യം ക്ഷണത്തിൽ വെളിപ്പെടുമെന്ന് അവർക്ക് തോന്നിയാൽ അവൻ ഒരു ഉപമയും കൂടെ പറഞ്ഞെന്തെന്നാൽ, കുലീനനായൊരു മനുഷ്യൻ രാജ്യത്വം പ്രാപിച്ച് മടങ്ങി വരണമെന്ന് വെച്ച് ദൂരദേശത്തേക്ക് യാത്ര പോയി. അവൻ 10 ദാസന്മാരെ വിളിച്ചു, അവർക്ക് 10 റാത്തൽ വെള്ളി കൊടുത്തു. ഞാൻ വരുവോളം വ്യാപാരം ചെയ്തുകൊള്ളുവീൻ എന്ന് അവരോട് പറഞ്ഞു. ഇവിടെ ഒരു രാജാവ് അല്ലെങ്കിൽ ഒരു വ്യക്തി തൻ്റെ 10 ദാസന്മാരെ വിളിച്ചിട്ട് അവർക്ക് ഓരോരുത്തർക്കും ഓരോ റാത്തൽ കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെ അവർക്ക് റാത്തൽ കൊടുത്ത് അവരോട് പറയുന്നുണ്ട്, നിങ്ങളിത് വ്യാപാരം ചെയ്ത് നിങ്ങൾക്ക് അത് കൂടുതൽ സമ്പാദിക്കുക എന്ന് അവരോട് പറയുന്നുണ്ട്. അപ്പോൾ ഈ 10 പേർക്കും കൊടുത്തത് ഓരോ റാത്തൽ വീതമാണെന്ന് നമുക്കറിയാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവർക്കും അത് ദൈവത്തിൻ്റെ വചനം ഇന്നും നമുക്ക് എല്ലാവർക്കും താലന്തുകൾ തന്നിട്ടുണ്ട്. നമുക്ക് 1 പത്രോസ് 4 അധ്യായത്തിൻ്റെ 10 വാക്യത്തിൽ അതാണ് കാണുന്നത്. ഓരോരുത്തരും വരം ലഭിച്ചതുപോലെ വിവിധമായുള്ള ദൈവകൃപയുള്ള നല്ല ഗ്രഹവിചാരകന്മാരായി അതിനെക്കൊണ്ട് അന്യോന്യം ശുശ്രൂഷിപ്പിൻ. ഇവിടെ നമുക്ക് കാണുന്നതുള്ള ഓരോരുത്തരും എല്ലാവർക്കും ദൈവം ഈ ലോകത്തിൽ രക്ഷിക്കപ്പെട്ട് കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷകനായിട്ട് സ്വീകരിച്ച് ദൈവത്തിൻ്റെ മക്കളാകുന്ന ആ നിമിഷം നമ്മൾക്ക് ആത്മീയ വരങ്ങൾ ദൈവം തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾക്ക് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് കഴിവുകൾ, അല്ലാത്ത സാമ്പത്തികമായിട്ടുള്ള ആവശ്യങ്ങൾ, ആരോഗ്യം, ധനം, അതുപോലെ വിദ്യാഭ്യാസം, ഇതെല്ലാം ദൈവം നമുക്ക് തരുന്നുണ്ട്. ഓരോ രീതിയിലാണ് തരുന്നതെന്ന് മാത്രമുള്ളൂ. എന്നാൽ എല്ലാവർക്കും ആത്മീക വരങ്ങൾ തരുന്നു എന്ന് കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ 10 ദാസന്മാരെ വിളിച്ച് 10 പേർക്കും ഓരോ റാത്തലാണ് കൊടുത്തതെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെ അവർ വ്യാപാരം ചെയ്തു. എന്നാൽ അവർ വ്യാപാരം ചെയ്തതിൽ വ്യത്യസ്തതയുണ്ടായി എന്ന് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ രാജാവ് രാജ്യത്വം പ്രാപിച്ച് മടങ്ങി വരികയാണ്. പ്രിയ സഹോദരിമാരെ, നമ്മൾക്ക് ഈ ലോകത്തിൽ നമ്മെ ആക്കിയിട്ട് കർത്താവ് നമ്മൾക്കും ചില താലന്തുകളൊക്കെ തന്നിട്ട് കർത്താവ് പോയിരിക്കുകയാണ്. അങ്ങനെ പോയി കഴിഞ്ഞിട്ട് ഇനി അവൻ വീണ്ടും വരും എന്നുള്ളത് പറഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പോൾ വീണ്ടും വരും എന്ന് പറഞ്ഞിട്ട് നമുക്ക് പോയപ്പോൾ നമുക്ക് വേണ്ടി ജീവിച്ച് അവസാനിക്കുകയാണോ, അതോ നമ്മുടെ പൗരത്വം സ്വർഗത്തിലാകുന്നു, അവിടെ നിന്ന് കർത്താവ് വരും, നമ്മൾ ഏത് രാജ്യത്തിലെ പൗരന്മാരായിരിക്കുന്നു അവിടെ നിന്ന് നമ്മുടെ രാജാവ് വരുവാനായിട്ടിരിക്കുകയാണ്. അപ്പോൾ ആ രാജ്യത്തിന് വേണ്ടി നമ്മൾ അധ്വാനിക്കും. പുഴുവും തുരുമ്പും കടിക്കുകയും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കുകയും ചെയ്യാതിരിക്കുന്ന സ്വർഗത്തിൽ സ്വരൂപം നിക്ഷേപിച്ചു കൊള്ളുവാനായിട്ട് പറഞ്ഞിട്ടാണ് നമ്മുടെ കർത്താവ് പോയത്. എന്നാൽ നാം എവിടെയാണ് നമ്മുടെ നിക്ഷേപം സ്വരൂപിക്കുന്നതെന്ന് ഓരോ ദിവസവും ചിന്തിക്കേണ്ടത് ആവശ്യമുണ്ട്. നമ്മുടെ സമയം, നമ്മൾക്ക് തന്നിട്ടായിട്ടുള്ള കഴിവുകൾ, നമ്മൾക്ക് തന്നിട്ടുള്ള താലന്തുകൾ, ഇതെല്ലാം കൊണ്ടും വ്യാപാരം ചെയ്യുവാനാണ് കർത്താവ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. എന്നാൽ നാം ഈ ലോകത്തിന് വേണ്ടി തന്നെ നമ്മുടെ സമയവും നമ്മുടെ ആരോഗ്യവും നമ്മുടെ സൗന്ദര്യവും നമ്മുടെ വിദ്യാഭ്യാസവും നമ്മുടെ കർത്താവ് തന്ന ആത്മീയ വരങ്ങളും ഒക്കെ ഉപയോഗിച്ച് ഈ ലോകത്തിന് വേണ്ടി ജീവിക്കുന്നവരാണോ, അതോ നാം നിത്യതയിലേക്ക് സ്വരൂപിക്കുന്നവരാണോ എന്നുള്ളത് നാം ചിന്തിക്കേണ്ടതാണ്. കർത്താവ് വരും കേട്ടോ. കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും കൂടെ വരും. അപ്പോൾ മരിച്ചവർ രൂപാന്തരപ്പെട്ട് കർത്താവിനെ എതിരേൽക്കും. പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരായി നാമും അവനെതിരേൽപ്പാനായിട്ട് പോകും. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം നാം ചെയ്തതിനനുസരിച്ച് നമുക്ക് പ്രതിഫലം കിട്ടുന്ന ഒരു ദിവസമുണ്ട് സഹോദരിമാരെ. അന്ന് നമ്മൾക്ക് തന്നിരിക്കുന്നതായിട്ടുള്ള താലന്തിനെക്കുറിച്ച് കർത്താവ് ചോദിക്കും എന്നുള്ള ദൈവത്തിൻ്റെ വചനം കാണുവാനായിട്ട് സാധിക്കും. അവൻ രാജ്യത്ത് മടങ്ങി വന്നപ്പോൾ താൻ ദ്രവ്യം കൊടുത്തിരുന്ന ദാസന്മാർ വ്യാപാരം ചെയ്ത് എന്ത് നേടി എന്നറിയേണ്ടതിന് അവരെ വിളിപ്പാൻ കൽപ്പിച്ചു. അതെ, ഒരു ദിവസം വിളിക്കും കേട്ടോ, നമ്മയും വിളിക്കും. അപ്പോൾ അതിൽ ഒന്നാമത്തവൻ അടുത്ത് വന്നു. അവൻ പറഞ്ഞു, എനിക്ക് തന്ന റാത്തൽ കൊണ്ട് 10 സമ്പാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. രണ്ടാമത്തവനും വന്നു. അവൻ പറഞ്ഞു, എനിക്ക് തന്ന ഇതുകൊണ്ട് ഞാൻ 5 കൂടെ അങ്ങനെ ഓരോരുത്തരും വന്നു. അത് പറയുന്നു കർത്താവ് അവരോട് പറയുന്നത് 10 അതുകൊണ്ട് വ്യാപാരം ചെയ്തവരോടെല്ലാം കർത്താവ് പറയുന്നുണ്ട്, നീയും അവരോട് അവർ പ്രാപിച്ചതിനനുസരിച്ചാണ് 10 ചെയ്തവന് 1 കൊണ്ട് 10 ആക്കിയവൻ എന്നോട് പറയുന്നു, ഈ 10 പട്ടണത്തിന്
വിചാരകനാകും എന്നാണ് അവിടെ പറയുന്നത്. അത് നമുക്ക് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അത് 5 പറയുന്നത്, നീ 5 സമ്പാദിച്ചു, ആ 5 പട്ടണത്തിന് മേൽവിചാരനായിരിക്കുക. നമുക്കും ഭരിക്കാനുള്ളൊരു സമയമുണ്ട് കേട്ടോ. നമ്മൾ ഇന്ന് ഈ ലോകത്തിൽ കഷ്ടത, പ്രയാസം, ദുഃഖം, കണ്ണുനീര് ഇതെല്ലാമായിട്ട് നാം ജീവിക്കുകയാണ്. എന്നാൽ നിത്യതയിൽ കർത്താവിനോട് കൂടെ വാഴുന്ന ഒരു ദിവസമുണ്ട്. 1000 ആണ്ടത്തെ വാഴ്ചയെക്കുറിച്ച് അറിയാം. അന്ന് നാമും ക്രിസ്തുവിനോട് കൂടെ വാഴുകയാണ്. അന്ന് ചില പട്ടണങ്ങളും ചില കാര്യങ്ങളെല്ലാം നമ്മെ ഏൽപ്പിക്കണമെങ്കിൽ ഇന്ന് നാം അധ്വാനിക്കുന്നവരായിരിക്കണം. അവിടെ കർത്താവ് പറയുകയാണ്, 10 പട്ടണത്തിന് മേൽവിചാരകനാകുക, 5 പട്ടണത്തിന് അത് കഴിഞ്ഞിട്ട് നീ അപ്പോൾ അവനോട് പറയും, നീയും 5 പട്ടണം മേൽവരയ്ക്കെന്ന് അവനോട് കൽപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് 1-ാമത്തവൻ വന്നു. അവൻ പറയുകയാണ്, ഉറുമാലിൽ കെട്ടി ഞാനത് വയ്ക്കാത്തത് എടുക്കുകയും നീ വയ്ക്കാത്തെടുക്കുകയും വിതയ്ക്കാത്തത് കൊയ്യുകയും ചെയ്യുന്ന കഠിന മനുഷ്യനാകൊണ്ട് ഞാൻ നിന്നെ ഭയപ്പെട്ടു എന്ന് പറഞ്ഞു. അവന് ഇത് അവൻ്റെ യജമാൻ്റെ കയ്യിൽ നിന്ന് മേടിക്കാതെ ഇരിക്കാമായിരുന്നു. എന്നാൽ അവനും അത് മേടിച്ചു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവൻ മേടിച്ചു എന്ന് മാത്രമല്ല, അവന് ദൈവം കൊടുത്തതായിട്ടുള്ള ആ കഴിവ് അവനതിന് പകരമായിട്ട് 5ഉം 10ഉം നേടുന്നതിന് പകരമായിട്ട് അവൻ ഉറുമാലിൽ കെട്ടി അവൻ അതുകൊണ്ട് ഈ ലോകത്തിന് വേണ്ടി ജീവിച്ചു എന്നുള്ളത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് അവനോട് കർത്താവ് പറയുന്നത്, അവനെ ദൈവം അഭിനന്ദിക്കുകയല്ല ചെയ്തത്. അവൻ വിചാരിച്ചവൻ ബുദ്ധിമാനാണ്, അവൻ ഈ ലോകത്തിൽ സമ്പാദിച്ചു ജീവിച്ചു, അവസാനിച്ചവൻ വിചാരിച്ചവൻ ബുദ്ധിമാനാണെന്ന്. എന്നാൽ അവൻ വെറും ബുദ്ധിമാനല്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവനോട്, ദുഷ്ടദാസനെ, നിൻ്റെ വായിൽ നിന്ന് തന്നെ ഞാൻ നിന്നെ ന്യായം വിധിക്കും. ഞാൻ വയ്ക്കാത്തത് എടുക്കുകയും വിതയ്ക്കാത്തത് കൊയ്യുകയും ചെയ്യുന്ന കഠിന മനുഷ്യനത് നീ അറിഞ്ഞുവല്ലോ. ഞാൻ വന്ന് എൻ്റെ ദ്രവ്യം പലിശയോടുകൂടെ വാങ്ങിക്കൊള്ളേണ്ടതിന് അത് നാണ്യപീഠത്തിൽ ഏൽപ്പിക്കാത്ത എന്ത്? പിന്നെ അവൻ അരികെ നിൽക്കുന്നവരോട് അറാത്തൽ അവൻ്റെ പക്കൽ നിന്ന് എടുത്ത് 10 റാത്തലുള്ളവന് കൊടുത്തീനെന്ന് പറഞ്ഞു. കർത്താവ് അവന് 10 റാത്തലുണ്ടല്ലോ എന്ന് അവർ പറഞ്ഞു. ഉള്ളവന് കൊടുക്കും, ഇല്ലാത്തവനോട് ഉള്ളത് കൂടെ എടുത്തു കളയുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എന്നാൽ അപ്പോൾ ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്ന, അവൻ്റെ കയ്യിലുള്ളതും കൂടെ അവൻ നഷ്ടപ്പെടുത്തി. അവനൊന്നുമില്ലാത്തവനായിട്ട് തീർന്നു. അവൻ ലജ്ജിക്കേണ്ടതായിട്ട് മറ്റുള്ള അവൻ്റെ ദാസന്മാർ 10 പട്ടണത്തിനും 5 പട്ടണത്തിനും ഒക്കെ അധിപതിമാരായിട്ടിരിക്കുമ്പോൾ അവനൊന്നുമില്ലാത്തവനായിട്ട് ലജ്ജിക്കുന്നവനായിട്ട് നിൽക്കേണ്ടതായിട്ട് വരും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പ്രിയ സഹോദരിമാരെ, നമ്മുടെ കയ്യിൽ എല്ലാവരുടെയും കയ്യിൽ ചിലത് ഏൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നാം എങ്ങനെ വ്യാപാരം ചെയ്ത് അതിന് യജമാനു വേണ്ടി 10, 1 പകരം 10, 1 പകരം 5, അങ്ങനെ 1 പകരം 2, 1 പകരം 3, അങ്ങനെ 8 ഇങ്ങനെയൊക്കെ അധ്വാനിക്കുന്നവരാണ്. എന്നാൽ അതോ ഒന്നുമില്ലാത്തവരായിട്ട് വെറും കൈയായിട്ട് ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കേണ്ടി വരുമോ എന്നുള്ളത് നമ്മളെ തന്നെ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. അങ്ങനെ നമ്മൾ വെറും കൈയായി നിൽക്കേണ്ടി വന്നാൽ അതിന് ഉത്തരവാദി ദൈവമല്ല. ദൈവം എല്ലാവർക്കും കൊടുത്തു. എല്ലാവർക്കും ഈക്വലായിട്ട് കൊടുക്കുന്ന ആത്മീയ വരങ്ങളും ഉണ്ട് കേട്ടോ. എല്ലാവർക്കും കൊടുക്കും, ഒരാൾക്കല്ല കൊടുക്കുന്നത്. എന്നാൽ ചിലർക്ക് കൂടുതൽ കിട്ടും. കാരണം 10 ഒന്നും കൂടെ വീണ്ടും കിട്ടുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. മറ്റുള്ളവരുടെ കൂടെ എടുത്ത് ആത്മീയ വരങ്ങൾ കൊടുക്കുന്ന അനേകരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവർ തുടക്കത്തിൽ ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു കൃപാവരം കൊണ്ടാണ് തുടങ്ങിയത്. എന്നാൽ ഇന്ന് അവർക്ക് എല്ലാ കൃപാവരങ്ങളും ഒന്നിച്ച് അവരുടെ കയ്യിലുണ്ട് എന്നുള്ളത് ചിലരുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നമുക്കുള്ളത് കൊണ്ട് നമ്മൾ അധ്വാനിച്ചു കഴിഞ്ഞാൽ വേറെ കൃപാവരങ്ങൾ ദൈവം നമുക്ക് തരും എന്നുള്ളത് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇവിടെ അങ്ങനെ ഈ ലോകത്തിൽ ബൈബിളിൽ അനേക കഥാപാത്രങ്ങളുണ്ട്. എന്നാൽ അല്ലാതെ തന്നെ ഈ ലോകത്തിൽ ജീവിച്ചിരുന്ന ഒരു സ്ത്രീയെക്കുറിച്ച് നമുക്ക് അവരുടെ ജീവിതത്തിലെ ഉദാഹരണം നമുക്കൊന്ന് നോക്കാം. ലോകം മുഴുവൻ ഓർക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഏതൊരു വ്യക്തിത്വത്തിൻ്റെ പിമ്പിലും ഏതെങ്കിലും പ്രത്യേക സാഹചര്യങ്ങളോ വ്യക്തികളോ ഉണ്ടായിരിക്കും. ഉണർവ് പ്രസംഗന D.L. മൂഡി തൻ്റെ പ്രസംഗം ആരംഭിക്കുന്നതിന് മുമ്പ് തനിക്ക് അന്ന് പ്രചോദനം നൽകിയ ഒരു ഗാനം ആലപിക്കുമായിരുന്നു. അത് അബ്ദിയായ ഫാനി ക്രോസ്ബിയുടെ പാട്ടുകൾ ഇന്നും അനേകായിരങ്ങൾക്ക് ചൈതന്യം നൽകിക്കൊണ്ടിരിക്കുകയാണ്. ആ പാട്ടുകൾ. അവൾ അന്തിയായിരുന്നു. വളരെ ചെറുപ്പകാലത്ത് തന്നെ കർത്താവിനെ അറിയുവാൻ കഴിഞ്ഞതുകൊണ്ടാണ് ജീവിതത്തിൻ്റെ എല്ലാ പ്രതിബന്ധങ്ങളെയും അതിജീവിക്കുവാൻ ഇടയായത്. കൊച്ചുമിടിക്കുകയും സുന്ദരിയുമായ ഫാനിക്ക് 2 വയസ്സുള്ളപ്പോൾ രോഗം ബാധിച്ചു. ഡോക്ടർ കൊടുത്ത മരുന്ന് അബദ്ധത്തിൽ മാറിപ്പോയതിൻ്റെ ഫലമായി
ഫാനിയുടെ കണ്ണുകൾ രണ്ടും നഷ്ടമായി. അന്ധിയായി തീർന്നതിൽ വളരെ വേദനയുണ്ടായി. മറ്റുള്ളവർ നിന്ദിച്ചു, പരിഹസിച്ചു. അവളുടെ ജീവിതത്തിൽ കഷ്ടതയും കണ്ണുനീരും മാത്രമായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അനേക കണ്ണുനീരുകളുടെ അനുഭവങ്ങൾ അവളുടെ ജീവിതത്തിലുണ്ടായി. മാത്രമല്ല, ലാസ്റ്റിൽ അവൾ വിവാഹം കഴിച്ചു. അവൾക്കൊരു കുഞ്ഞുണ്ടായി. എന്നാൽ ആ കുഞ്ഞും മരിച്ചു പോകുന്നതിനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ കണ്ണുനീർ മാത്രത്തിൽ രണ്ട് കണ്ണുമില്ല. രണ്ട് കണ്ണില്ലാതെ തന്നെ ജീവിക്കുന്ന എത്രയോ പ്രയാസമാണ്. ആ രണ്ട് കണ്ണില്ലാത്ത അനുഭവമാണ്. അതിൻ്റെ കൂടെ അനേക കഷ്ടതകളും കണ്ണുനീരും അവൾ അനുഭവിച്ചു. എന്നാൽ കർത്താവ് തനിക്ക് നൽകിയ താലന്തുകൾ ഏത് വിധത്തിലെങ്കിലും പ്രയോജനപ്പെടുത്തണമെന്ന് ഫാനി തീരുമാനിച്ചു. കർത്താവിനെ സ്തുതിക്കുന്ന പാട്ടുകൾ പാടുവാനും എഴുതുവാനും തുടങ്ങി. അനേക ദുഃഖിപ്പിക്കുന്ന ഹൃദയങ്ങൾക്ക് ആശ്വാസമേകുവാൻ അത് അവൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ഈ പാട്ടുകളിലൂടെ അനേകർ കർത്താവിനെ കണ്ടുമുട്ടുവാനും ഇടയായിട്ടുണ്ട്. അനേകമായിട്ടുള്ള പ്രസിദ്ധമായ പാട്ടുകളുണ്ട്. നമുക്കറിയാം, അനേകർ പാടി ആശ്വസിപ്പിക്കുന്ന പാട്ടുകളാണ് അവളുടെ പാട്ടുകളെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ടുള്ള. അതിലൊരു പാട്ടിൻ്റെ ഇതാണ്: ദിസ് ഈസ് മൈ സ്റ്റോറി, ദിസ് ഈസ് മൈ സോങ്, പ്രേസിങ് മൈ സേവിയർ ഓൾ ദ ഡേ ലോങ്. അവളുടെ ജീവിതത്തിൽ രണ്ട് കണ്ണില്ല. അവൾക്ക് ജീവിതത്തിൽ കഷ്ടതകൾ മാത്രമേ ഉള്ളൂ. ഒരു മകനുണ്ടായത്, ആ മകനും മരിഞ്ഞു. എന്നിട്ടും അവളുടെ ജീവിതത്തിൽ പ്രേസിങ് മൈ സേവിയർ, എപ്പോഴും കർത്താവിനെ സ്തുതിച്ച് പാടുന്ന ഒരു വ്യക്തിയായിരുന്നു അവളെന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ചുരുങ്ങിയ ആയുസ് കൊണ്ട് ഏതാണ്ട് 6000 പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. 6000 പാട്ടുകൾ, 6000 സോങ്സാണ് ഫാനി ക്രോസ്ബി എഴുതിയതെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. തൻ്റെ ജീവിതം പൂർണ്ണമായും കർത്താവിന് സമർപ്പിക്കുവാൻ കഴിഞ്ഞു. അതുകൊണ്ട് ആ ജീവിതം തന്നെയായി കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ, പ്രിയ സഹോദരിമാരെ, ഫാനി ക്രോസ്ബിയുടെ ഒപ്പമാണ് രണ്ട് കണ്ണുമില്ലാതിരുന്ന, അനേക ദുഃഖങ്ങളും കഷ്ടതകളും കണ്ണുനീരും മാത്രം അനുഭവിച്ച, കുഞ്ഞുമോലും മരിച്ചുപോയ, ഈ ലോകത്തിൽ വെച്ച് ഒന്നുമില്ലാത്തവളായ ആ ഫാനി ക്രോസ്ബിയുടെ മുമ്പാകെ നാമും ഒരു ദിവസം നിൽക്കേണ്ടി വരും. അവളുടെ ജീവിതത്തിൽ അവൾക്ക് കൊടുത്തതായിട്ടുള്ള കഴിവുകൾ, ആ ഒരു താലന്ത് അവളെ കൊണ്ട് 6000 പാട്ടുകൾ എഴുതി അനേകർക്ക് ആശ്വാസത്തിനും ധൈര്യത്തിനും അനേകരെ രക്ഷയെങ്കിലേക്ക് നടന്ന് നമ്മൾ നേരത്തെ കേട്ടതുപോലെ ഉണർവ് പ്രസംഗിയായ മൂടിയുടെ പ്രസംഗത്തിന് മുമ്പ് അവളുടെ പാട്ടുകളാണ്. അങ്ങനെ അതും ആ പാട്ട് മുഖാന്തരമായിട്ട് അനേകർ രക്ഷിക്കപ്പെടുവാനും ഇടയായിട്ട് തീർന്നിട്ടുണ്ട് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെ ഫാനി ക്രോസ്ബി കർത്താവിന് വേണ്ടി എരിഞ്ഞ ദീപമായിരുന്നു എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് തന്നിരിക്കുന്നതായിട്ടുള്ള കഴിവുകൾ കർത്താവിന് വേണ്ടി ഉപയോഗിക്കാനായിട്ട് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അവൻ്റെ വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ.